ഇതേ നമ്മുടെ വണ്ടി അങ്ങനെ ക്ലെയിമിന് കൊടുത്തിട്ട് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിട്ടി കേട്ടോ. അതാണ്ട് ഇവിടെ ആയിരുന്നു ഒരു സ്ക്രാച്ച് വന്നിരുന്നത്. അത് ചെറിയൊരു സ്ക്രാച്ച് ആയിരുന്നു, അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറകിൽ ഇങ്ങനെ വരുമ്പോൾ ഈ ബമ്പർ ഉണ്ടല്ലോ, ഇവിടെ ആയിരുന്നു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഞാൻ പ്രധാന കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഡെൻറ്റ് കാണുന്നുണ്ടോ. ഇത് വണ്ടി എടുത്ത് രണ്ടാമത്തെ ദിവസം എന്നാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ഒരു ഡെൻറ്റ് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഷോറൂമിൽ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞെങ്കിലും ഞാൻ ക്ലെയിമിനൊന്നും പോയില്ല. അപ്പോൾ അവർ ഫ്രണ്ടിലെ ബമ്പറും ബാക്കിലെ ബമ്പറും കൂടെ ഒന്നിച്ച് തരില്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള വീഡിയോയാണ് ഞാൻ അന്ന് എടുത്തിട്ടപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ക്ലെയിമിൽ പോകുമ്പോൾ ഇൻഷുറൻസുകാരും ഷോറൂമുകാരും ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളുണ്ട്. ക്ലെയിമിന് പോയപ്പോൾ ഈ കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഈ ഡെൻറ്റ് അന്ന് ഞാൻ ക്ലെയിം ചെയ്തില്ല. ഇത് പോട്ടെ, എപ്പോഴെങ്കിലും ക്ലെയിം ചെയ്യുമ്പോൾ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചു, മാറ്റി വെച്ചു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. അതിന് കാര്യം, ഇത് രണ്ടാമത്തെ ഇൻഷുറൻസ് റിന്യൂ ചെയ്തപ്പോൾ റിട്ടേൺ ടു ഇൻവോയ്സ് അങ്ങനെ ഒരു സ്കീമിലാണ് എടുത്തത്. അപ്പോൾ അവർ വന്നിട്ട് വണ്ടിയുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹിസ്റ്ററിയിൽ ആ ഡെൻറ്റ് ഉണ്ട്. അതങ്ങനെ ഉള്ളതുകൊണ്ട് പ്രീവിയസ് ഹിസ്റ്ററിയിൽ വരുന്ന ഡെൻറ്റ് ആവുകൊണ്ട് അതിന് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് തർക്കിച്ചു. അത് അന്ന് ഞാൻ ക്ലെയിം ചെയ്തില്ല എന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് ക്ലെയിം ചെയ്തുകൂടാ എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റീസൺ, അവർ പറഞ്ഞത് പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ള നമുക്ക് ക്ലെയിം തരാൻ പറ്റത്തില്ല. പ്രസന്റ് ആക്സിഡന്റ് എന്താണോ അതിനുള്ളതേ ക്ലെയിം തരുള്ളൂ. അങ്ങനെയാണ് നമുക്കിത് രണ്ട് ക്ലെയിം തന്ന് പാസ്സാക്കി ഇത് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബമ്പറിൽ ഒരു സ്ക്രാച്ചുമായിട്ട് പോയി ഷോറൂമിൽ ഡയറക്റ്റ് ക്ലെയിം ഒന്നും ചെയ്യുന്നില്ല. പെയിന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരെന്താ പറയുക, ആ പാർട്സ് കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യണം, എന്നാൽ മാത്രമേ മാറുകയുള്ളൂ, അല്ലെങ്കിൽ അത് മാറത്തില്ല, അത് പെയിന്റ് ചെയ്ത് അറിയാൻ പറ്റുമെന്നൊക്കെയല്ലേ. എന്നാൽ ഈ ബമ്പറിന്റെ ഈ കോർണർ പോർഷൻ മാത്രമേ ഇപ്പോൾ ക്ലെയിമിൽ പാസ്സായുള്ളൂ, ഷോറൂമിൽ നിന്ന് അത് ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പൊ അത് വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് വ്യത്യാസം. നമ്മൾ ഇത് ഫുൾ പോർഷനായിട്ട് പെയിന്റ് ചെയ്യണമെങ്കിൽ ഒരു കസ്റ്റമർ ചെല്ലുമ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും എനിക്കറിയില്ല, എന്നാലും വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചെറിയൊരു പോർഷൻ ആയിരുന്നാലും ഇങ്ങനെയുള്ള കോർണർ പാർട്ടുകൾ മാത്രമായിട്ടും ഷോറൂമിൽ പെയിന്റ് ചെയ്യാൻ പറ്റും. ഇത് ക്ലെയിമിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ അവർ പെയിന്റ് ചെയ്യിപ്പിച്ച് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. വണ്ടിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, എന്നെ പോലെ അല്ലെങ്കിൽ നമ്മൾ പലരും ചിന്തിക്കുന്ന പോലെ വണ്ടി ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അത് പെയിന്റ് ചെയ്യാതെ, കാര്യം NCB കട്ടാവും. NCB കട്ടാവുന്നത് കൊണ്ട് അത് പെയിന്റ് ചെയ്യേണ്ട. വലിയ എന്തെങ്കിലും വരുമ്പോഴേ അതെല്ലാം കൂടെ ഒന്നിച്ച് ക്ലെയിം ചെയ്യാന്നുള്ള ചിന്തയിൽ വെച്ചിരിക്കാതെ എന്തെങ്കിലും ചെറിയ ഇത് വന്നാൽ അപ്പോഴെ തന്നെ ക്ലെയിം ചെയ്ത് അത് റെഡിയാക്കുക. ഈ NCB എന്ന് പറയുന്ന ചെറിയ എമൗണ്ട് നോക്കി നമ്മൾ ആരും ഇത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. വേറൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തട്ടൽ പറ്റിയിട്ടുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അപ്പോഴെ തന്നെ ഇറങ്ങി അതിന്റെ എവിഡൻസിന് വേണ്ടി ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് വെക്കുക. ഇത് ഏറ്റവും വലിയ പ്രൂഫാണ്. എനിക്ക് ഒരു അബദ്ധം പറ്റി, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാൽ അറിയാത്ത എത്രയെങ്കിലും പേരുണ്ടാവും. ഈ NCB കട്ടാവുമെന്നും പറഞ്ഞ് ക്ലെയിം ചെയ്യാതിരിക്കുന്ന ആൾക്കാർ, അവർക്കും കൂടി അറിയട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം.